രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ടീമിൽ കൊലപാതകിയെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പൊട്ടിത്തെറി. ചുണ്ണാമ്പുതറ സ്വദേശിയായ സുരേഷാണ് പിഷാരടിയുടെ പ്രചരണ ടീമിൽ സജീവമായുള്ളത്. 2004-ൽ ടാക്സി ഡ്രൈവറായ ഹംസയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുരേഷ്. നേരത്തെ സ്ത്രീപീഡന കേസിൽ പ്രതിയായ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭും പിഷാരടിയുടെ പ്രചരണത്തിൽ സജീവമായിരുന്നു. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുമ്പോഴാണ് പ്രചാരണ ടീമിൽ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയെ ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ചുണ്ണാമ്പുതറ സ്വദേശിയായ സുരേഷ് എന്നയാളാണ് പിഷാരടിക്കൊപ്പം വീടുകൾ കയറിയിറങ്ങുന്നത്. ൽ പാലക്കാട് നോർത്ത് പോലീസാണ് സുരേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒലവക്കോട് നിന്നും ഹംസ എന്ന ടാക്സി ഡ്രൈവറെ ഓട്ടം വിളിച്ച് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം വാഹനം തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ്. പ്രസ്തുത കേസിൽ കോടതി സുരേഷിനെ വർഷങ്ങളോളം കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പശ്ചാത്തലമുള്ള വ്യക്തിയാണ് പിഷാരടിയുടെ ടീമിൽ നേതൃത്വം വഹിക്കുന്നത്. നേരത്തെ ഇതേ സ്ഥാനാർത്ഥിയുടെ ടീമിന് നേതൃത്വം നൽകിയത് സ്ത്രീപീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളും സജീവമായി പിഷാരടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം വടക്കന്തറ മനക്കൽത്തൊടിയിൽ അമ്മമാർ പിഷാരടിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അന്നും സ്ഥാനാർത്ഥിക്കൊപ്പം കൊലപാതക കേസിലെ പ്രതിയായ വ്യക്തി ഉണ്ടായിരുന്നു. ജനം, പാലക്കാട്.